നമസ്കാരം, ഏവർക്കും ദേവാമൃതത്തിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. അധികം ആരും ചർച്ച ചെയ്യാത്ത ഒരു കൃഷ്ണകഥയെ കുറിച്ചാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത്. കൃഷ്ണന്റെ പാദസരവും രാധയുടെ കണ്ണീരും. ഇത് കൃഷ്ണന്റെ ഈശ്വരതയേക്കാൾ അദ്ദേഹത്തിന് ഭക്തരോടും പ്രകൃതിയോടുമുള്ള നിഷ്കളങ്കമായ സ്നേഹത്തിന്റെ കഥയാണ്. ഒരിക്കൽ വൃന്ദാവനത്തിൽ വെച്ച് കൃഷ്ണൻ തന്റെ കാലിലണിഞ്ഞൊരു പാദസരം നഷ്ടപ്പെട്ടു. കാട്ടിലെ ചെടികൾക്കിടയിലും യമുനാ തീരത്തും ഭഗവാൻ അത് ഒത്തിരി തിരിഞ്ഞു നടന്നു. പക്ഷേ അദ്ദേഹത്തിനത് കിട്ടിയതേയില്ല. ഇത് കണ്ട് രാധ ചോദിച്ചു, പ്രഭു, അങ്ങ് ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ നാഥനാണ്. ഒരൊറ്റ നിമിഷം കൊണ്ട് സ്വർണ്ണക്കൂട്ടങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന അങ്ങ് എന്തിനാണ് ഈ സാധാരണ പാദസരത്തിനായി ഇങ്ങനെ വിഷമിക്കുന്നത്? കൃഷ്ണൻ ഒരു ചെറിയ പുഞ്ചിരിയോടെ മറുപടി നൽകി, രാധേ, ഈ പാദസരം വെറും ഒരു ആഭരണമല്ല. ഞാൻ വൃന്ദാവനത്തിലെ മണ്ണിലൂടെ നടക്കുമ്പോൾ ഇതിന്റെ ശബ്ദം കേട്ടാണ് ഇവിടുത്തെ പശുക്കളും പക്ഷികളും മരങ്ങളും സന്തോഷിച്ചിരിക്കുന്നത്. ഇതിലെ ഓരോ മുത്തുകളും എന്നേക്കാൾ കൂടുതൽ ഈ പ്രകൃതിയാണ് സ്നേഹിച്ചിരുന്നത്. അത് നഷ്ടപ്പെട്ടാൽ വൃന്ദാവനത്തിന്റെ സംഗീതം തന്നെയാണ് ഇല്ലാതാവുന്നത്. ഇത് കേട്ട് ഭഗവാന്റെ പ്രകൃതിയോടുള്ള സ്നേഹമോർത്ത് രാധയുടെ കണ്ണുകൾ നിറഞ്ഞു. രാധയുടെ ആ പവിത്രമായ കണ്ണിൽ നിന്ന് തുള്ളി വീണ് മണ്ണിൽ നിന്നും പെട്ടെന്നൊരു പ്രകാശം ഉയരുകയും നഷ്ടപ്പെട്ടുപോയ ഭഗവാന്റെ പാദസരം അവിടെ തിളങ്ങി നിൽക്കുന്നതായി അവർ കാണുകയും ചെയ്തു. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ദേവാമൃതം ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ.